കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം സർക്കാർ സ്പോൺസേഡ് ലവ് ജിഹാദ് എന്ന് ഹിന്ദു ഐക്യവേദി. CPM SDPI ഗൂഢാലോചനയാണ് നടന്നതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു വിമർശിച്ചു. ക്ഷേത്രം അധികൃതരെയും CPM നേതാക്കളെയും പ്രതി ചേർക്കണമെന്നും സംഭവം NIA അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാർച്ച് 11-ന് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വിവാഹം, മധ്യപ്രദേശ് സ്വദേശിയും കുംഭമേള വൈറൽ താരവുമായ പെൺകുട്ടിയുടെ വിവാഹം ഇപ്പോൾ പോക്സോ കേസിൽ അവസാനിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു വകുപ്പുകൾ, ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കൂടി പ്രതിയായിട്ടുള്ള ഫർമാൻ ഖാനെതിരെ, ഭർത്താവായിട്ടുള്ള ഫർമാൻ ഖാനെതിരെ ചുമത്തുമെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാര്യത്തിൽ ചില ദുരൂഹതകളുണ്ടെന്നും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള കാര്യങ്ങൾ വിവിധ ഹൈന്ദവ സംഘടനകളടക്കം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ CPM വലിയ കുരുക്കിൽപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ ഒരു വിവാഹം സാധുതയില്ല എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? CPM ഇതിനൊരു ഇപ്പോൾ ഒരു മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്, ഒഴിഞ്ഞു മാറുകയാണ്. അല്ല, ഈ വിവാഹം നടത്താൻ എന്തൊരു ആവേശമാണ് ആ സമയത്ത് CPMൻ്റെ നേതാക്കന്മാർ കാണിച്ചതെന്ന് നമ്മൾ കണ്ടു. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നേരിട്ട് വന്ന് പങ്കെടുത്ത് നടത്തി കൊടുത്തൊരു വിവാഹം എന്ന് മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന മന്ത്രി ശിവൻകുട്ടി, അതേപോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റേ MP ആയിട്ടുള്ള റഹീം CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണിപ്പോൾ. ഇവരൊക്കെ കൂടി നേതൃത്വം കൊടുത്ത് നടത്തിയ ഒരു വിവാഹം, ആ വിവാഹം യഥാർത്ഥത്തിൽ ഒരു ബാലവിവാഹമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ വരാവുന്ന ഒരു വിവാഹം. അപ്പോൾ അങ്ങനെ ഒരു വിവാഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ വിവാഹം കഴിച്ച ഈ ഫർമാൻ മാത്രമല്ലല്ലോ പ്രതിയാവുക. യഥാർത്ഥത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത രക്ഷകർത്താക്കളുടെ സ്ഥാനത്ത് നിന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആരാണ്? സ്വന്തം ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അച്ഛൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ, ആ പെൺകുട്ടി പറഞ്ഞതിനെ അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ മാത്രം വിലക്കെടുത്തുകൊണ്ട്, അവളുടെ വാക്കുകളെ മാത്രം വിലക്കെടുത്തുകൊണ്ട് ഈ വിവാഹത്തിന് ഈ തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതിൽ പാർട്ടി നേതാക്കന്മാർക്ക്, മന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് പങ്കില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഫർമാൻ മാത്രമല്ല, ഈ പാർട്ടി നേതാക്കന്മാർ ഒരേപോലെ കുറ്റക്കാരാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് പോക്സോ ആക്ടിൻ്റെ കീഴിൽ യഥാർത്ഥത്തിൽ ഭർത്താവ് മാത്രം വന്നാൽ പോരാ, ഈ വിവാഹം നടത്തിക്കൊടുത്ത ആളുകൾ മുഴുവൻ പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ വരണം. പോക്സോ ആക്ട് മാത്രമല്ല ഇതിന് ബാധകം. ഈ പെൺകുട്ടി ഒരു ട്രൈബായിട്ടുള്ള പെൺകുട്ടിയാണ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ SC ST ആക്ടിൻ്റെ പരിധിയിൽ വരും ഈ വിഷയം. ഈ പറയുന്ന ആളുകളൊക്കെ കുറ്റക്കാരാണ് ഒരേപോലെ. ഇത് മാത്രമല്ല, ആ വിവാഹത്തിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ ആ വിവാഹത്തിന് വേദി ഒരുക്കിയ ആ ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ ഇതേപോലെ കുറ്റക്കാരാണ്. ആസൂത്രിതമായി നടത്തിയ ഒരു വിവാഹമാണ് കാര്യത്തിൽ. കാരണം കുംഭമേളയിലൂടെ വൈറലായ ഒരു ഹിന്ദു പെൺകുട്ടി, ആ ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ഒരു പ്രചരണത്തിലൂടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ആൻറ്റി ഒരു വേവ് സൃഷ്ടിക്കാൻ ആർക്കെതിരെ, അതായത് ലവ് ജിഹാദ് എന്നുള്ളതിൻ്റെ ആ കാഴ്ചപ്പാടിനെതിരെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ ഇതിനെ അവതരിപ്പിച്ചത്, CPM കേന്ദ്രങ്ങൾ ഇതിനെ അവതരിപ്പിച്ചത് പ്രധാനമായും ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ആ എല്ലാ മാധ്യമങ്ങളുടെയും ടാഗ് ലൈനിൽ ഇത് റിയൽ കേരള സ്റ്റോറി എന്ന രീതിയിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. അതിന് കാരണമൊന്നുണ്ട്. ആ സമയത്ത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നിരുന്നു. അപ്പോൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ സമീകരിക്കുക, ഇതുമായി സമീകരിക്കുക, അങ്ങനെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ വിവിധ പെൺകുട്ടികൾ ഇരയായിട്ടുള്ള, വിവിധ കുടുംബങ്ങൾ ഇരയായിട്ടുള്ളവരെയെല്ലാം റദ്ദ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ട ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കാരണം പ്രായപൂർത്തിയാകാത്തൊരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസൽമാൻ ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, കല്യാണം കഴിക്കുന്ന ഒരു മുസൽമാനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ളൊരു ലവ് ജിഹാദ്, സർക്കാർ സ്പോൺസേഡ്, ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് റിയൽ കേരള സ്റ്റോറി. സംശയമൊന്നുമില്ല. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. കേരള സർക്കാരിൻ്റെ സ്പോൺസേഡ് ലവ് ജിഹാദാണ്. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള ദൂരം യാതൊരു സംശയമില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ മറവിൽ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി മതം മാറ്റി കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ ചില പെൺകുട്ടികളെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഈ കാര്യത്തെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളം മാത്രമല്ല, മുഴുവൻ ഭാരതത്തിൽ നടക്കുന്നു. ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിൽ അതിനെതിരായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നു. കേരള സർക്കാരിനോട് അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള ഹൈക്കോടതി 2009 തന്നെ പറഞ്ഞതാണ്.
ഹൈക്കോടതി പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം വേണമെന്ന്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു ഈ കുട്ടിയുടെ വിവാഹം നടന്ന സമയത്ത് ഉയർന്ന ആ പെൺകുട്ടിയുടെ അമ്മയുടെ കണ്ണീരാണ്, ഒപ്പം തന്നെ അച്ഛൻ്റെ വാക്കുകളാണ്. ഭക്ഷണം വാങ്ങാം എന്ന് പറഞ്ഞു കൊടുത്ത് തട്ടിക്കൊണ്ടുപോയി, സിനിമയുടെ പേരിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറഞ്ഞ ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണല്ലോ. അല്ല, അച്ഛനും അമ്മയും അന്നേ തന്നെ പറഞ്ഞിരുന്നു. ഈ അമ്മയുമായിട്ടൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ച ഒരാളാണ്. ആ പെൺകുട്ടിക്ക് നേരെ ചൊവ്വേ സത്യത്തിൽ അക്ഷരം വായിക്കാൻ പോലും അറിയില്ല. ഇല്ലിറ്ററേറ്റാണ് ആ പെൺകുട്ടി. നിരക്ഷരയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തി, എല്ലാവരും കൂടിയും ചേർന്ന് അവളെ മോഹിപ്പിച്ച് ട്രാപ്പിൽപ്പെടുത്തി, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മോഹിപ്പിച്ച് ട്രാപ്പിൽപ്പെടുത്തി ഇത്തരത്തിലുള്ളൊരു വിവാഹത്തിലേക്ക് എത്തിച്ചത് ഇവരുടെ നരേറ്റീവിന് ശക്തി പകരാനാണ്. ഇവരുടെ നരേറ്റീവിന് ശക്തി പകരാൻ വേണ്ടിയുള്ള ശ്രമത്തിന് ബലിയാടാക്കപ്പെട്ടത് ആ പെൺകുട്ടി മാത്രമല്ല, അവരുടെ രക്ഷകർത്താക്കളാണ്. ഒരേ 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. ആ 2 പെൺകുട്ടികളിൽ മൂത്ത മകളെ നഷ്ടപ്പെട്ട ഒരു രക്ഷകർത്താക്കളുടെ ആ ദൈന്യത, ആ ദുഃഖം കാണാൻ ഇവിടുത്തെ CPM നേതാക്കന്മാർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇവർക്ക് കയ്യടി കിട്ടാൻ വേണ്ടി, ഇവർക്ക് മുസ്ലിം മത തീവ്രവാദികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി SDPയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ വിവാഹം. SDPIയുടെ പിന്തുണയോടെ. അതുകൊണ്ടാണ് SDPI ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തല്ലോ. SDPയുടെ അജണ്ടയ്ക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്കാണ് SDPI പിന്തുണ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹം SDPIയും CPMും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. അതിന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ, ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കൊണ്ടുവരാൻ ഒരു ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. NIA പോലുള്ള അന്വേഷണ ഏജൻസി ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് തീവ്രവാദ ശക്തികളുടെ പിന്നിൽ എത്രമാത്രം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. മാത്രമല്ല, ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മുഴുവൻ ഈ പോക്സോ ആക്ടിൻ്റെയും അതേപോലെ SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെയും ഒക്കെ പരിധിയിൽ വരേണ്ടതാണ്. ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ലവ് ജിഹാദാണ് കഴിഞ്ഞ മാസം ഇവിടെ കൊട്ടിഘോഷിച്ച് നടന്നത് എന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വിമർശിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് വേണ്ട വിധത്തിലുള്ള ഒത്താശയെല്ലാം ചെയ്തു കൊടുത്ത CPM നേതാക്കൾക്കും അതുപോലെ തന്നെ മന്ത്രിമാരടക്കമുള്ളവർക്ക് നടപടി ഉണ്ടാകാം. ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യപ്രസക്തമായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്.